ഹലോ, ഇന്നത്തെ റെസിപ്പി ന്യൂ ഇയർ സ്പെഷ്യലാണ്. വളരെ സിമ്പിൾ മെത്തേഡിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഓവനിലല്ല, ഇതേപോലത്തെ ഒരു സാധാരണ പാൻ എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ മിക്സിങ്ങിന് മുമ്പായിട്ട് പാൻ ചൂടാക്കാനായിട്ട് വെക്കുക. ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, ഡാർക്ക് കൊക്കോ പൗഡർ 1/4 കപ്പ്, ബേക്കിംഗ് സോഡ 1 ടീസ്പൂണ്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണ്. ഇതെല്ലാം അരിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് നന്നായിട്ട് ആദ്യം അരിച്ചെടുക്കുക. കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഇത് 1 കപ്പ് ബട്ടർ മിൽക്കാണ്. ഞാനിത് എഗ്ലെസ് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എഗ്ഗിന് പകരമായിട്ടാണ് ബട്ടർ മിൽക്ക് ചേർക്കുന്നത്. ഇത് ബ്രൗൺ കളറിലെ പഞ്ചസാരയാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് വെള്ള പഞ്ചസാര ചേർക്കാം. സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ്, ഇത് കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. ഞാൻ മിക്സിങ്ങിനായിട്ട് ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. സാധാരണ ഒരു തവി കൊണ്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് വാനില എസൻസ് ചേർക്കുക. വാനില എസൻസ് 1 ടീസ്പൂണ്. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ തേക്കുക. ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ബട്ടർ പേപ്പറാണ്, അതും കൂടി ചേർക്കുക. ഇതിലേക്ക് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കുക. കേക്കിൻ്റെ ട്രേയുടെ എല്ലാ ഭാഗത്തേക്കും ചേർത്ത് കൊടുക്കുക. കേക്ക് ഒട്ടും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. എക്സസ് ആയിട്ട് വരണ പൊടി മാറ്റി കൊടുക്കുക. കേക്കിൻ്റെ ബാറ്റർ ഇതേപോലെ ലെയറായിട്ട് വരണം. അപ്പോഴാണ് അതിൻ്റെ മിക്സിങ് കറക്റ്റ് ആവുന്നത്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇറക്കി വെക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ കേക്ക് കരിഞ്ഞു പോകും. കേക്കിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇതിൽ 1/4 കപ്പ് തിളച്ച വെള്ളത്തിൽ 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഫ്രോസ്റ്റിങ്ങിനായിട്ട് ക്രീം തയ്യാറാക്കാം. ആദ്യം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക.
ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രീം തിക്കായിട്ട് വരും. വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ക്രീം ഒന്ന് തിക്കായതിന് ശേഷം ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. ക്രീം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞു. കേക്ക് കുക്കായോ എന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് ഫ്രഷ് ചെറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. കേക്ക് കൂടുതൽ ഡ്രൈ ആയി പോവാതിരിക്കാനാണിത്. ക്രീം ചേർത്ത് കൊടുക്കുക. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഡാർക്ക് ചോക്ലേറ്റും ഇതിലേക്ക് ചേർക്കുക. ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക. ഞാനിത് ഫ്രഷ് ചെറിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ടിന്നിലൊക്കെ ഷുഗർ സിറപ്പിൽ ഇട്ടിരിക്കുന്ന ചെറിയും വാങ്ങാനായിട്ട് കിട്ടും. ഇതേപോലെ 3 ലെയറും ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ചേർക്കുക. ക്രീം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഗ്രേറ്റഡ് ഡാർക്ക് ചോക്ലേറ്റ്, ചെറിയ ലാസ്റ്റ് ലെയറാണ്. കേക്കിൽ ഈ ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. അതിന് ശേഷം കട്ട് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഈ ചേർത്തിരിക്കണ ക്രീമും ചോക്ലേറ്റൊക്കെ നന്നായിട്ട് സെറ്റായി വരും. അപ്പോൾ ഓവൻ ഇല്ലെങ്കിലും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ കേക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.